നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടണൽസ് എന്നുള്ള ടോപ്പിക് എന്നുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Which one of the following methods is generally adopted for tunneling in firm ground? അപ്പോൾ നമുക്ക് അതിൽ ഓപ്ഷൻ തന്നേക്കുന്നത് ഫുൾ ഫേസ് മെത്തേഡ്, ഡ്രിഫ്റ്റ് മെത്തേഡ്, ടോപ്പ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്, ഓൾ ദ എബവ്. ഓക്കെ, ടണലിംഗ് ഇൻ ഫേം ഗ്രൗണ്ട്. ഫേം ഗ്രൗണ്ടിൽ നമുക്ക് ടണൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം? ഈ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്യാം. ഓൾ ദ എബവ് എല്ലാ മെത്തേഡ്സും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. കോൺക്രീറ്റ് ലൈനിങ് ഈസ് പ്രൊവൈഡഡ് കൺകറന്റ്ലി വിത്ത് ഡ്രൈവിംഗ് ഓപ്പറേഷൻ ഇൻ കേസ് ഓഫ്. കൺകറന്റ്ലി വിത്ത് ഡ്രൈവിംഗ് ഓപ്പറേഷൻ, ഡ്രൈവിംഗ് ഓപ്പറേഷന്റെ കൂടെ കോൺക്രീറ്റ് ലൈനിങ്ങും കൂടെ കൊടുക്കുന്നത് ഇൻ കേസ് ഓഫ് സോഫ്റ്റ് റോക്ക് ആണോ, റണ്ണിങ് സോയിൽ ആണോ, റോക്ക് ടെറൈൻ ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? ഏതാ ആൻസർ? റോക്ക് ടെറൈൻ. റോക്ക് ടെറൈൻ നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈവിംഗ് ഓപ്പറേഷന്റെ കൂടെ കൺകറന്റ് ആയിട്ട് കോൺക്രീറ്റ് ലൈനിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് മെത്തേഡ് ടണൽ കൺസ്ട്രക്ഷൻ ഈസ് suitable in rocks? Which method of tunnel construction is suitable in rocks? Rocks il suitable ആയിട്ടുള്ള tunnel construction method ഏതാണ്? Drift method, compressed air method, heading and benching method, full face method. Okay, ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡുകളിൽ നമുക്ക് suitable in rocks, rocks il suitable ആയിട്ടുള്ള ഏതാണ്? Compressed air method ആണ്. Okay, next question നോക്കിയേ. Structure constructed in tunneling operation in advance of main divage along its alignment to gain information about the ground is called. അതായത് സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഇൻ ടണലിംഗ് ഓപ്പറേഷൻ, ടണലിംഗ് ഓപ്പറേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഇൻ അഡ്വാൻസ് ഓഫ് മെയിൻ ഡ്രൈവേജ്. അഡ്വാൻസ് ഓഫ് മെയിൻ ഡ്രൈവേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മെയിൻ ടണൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് മുമ്പ് എലോങ് ഇറ്റ്സ് അലൈൻമെന്റിൽ എന്തിനു വേണ്ടിയിട്ട്? ഗെയിൻ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഗ്രൗണ്ട്. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടണലിന് നമ്മൾ എന്ത് ടണൽ എന്ന പേര് പറഞ്ഞത്? പൈലറ്റ് ടണൽ. പൈലറ്റ് ടണൽ എന്നായിരുന്നു ആ ടണലിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The rock reinforcement systems are used. എന്തിനാണ് rock reinforcement systems യൂസ് ചെയ്യുന്നത്? In making coffer dam, while casting foundations for high-rise buildings, to add additional stability to rock tunnel in which structural defect exists in the rock. പിന്നെ നൺ ഓഫ് ദ എബോവ്. എപ്പോഴാണ് നമ്മൾ റോക്ക് റീഇൻഫോഴ്സ്മെന്റ് സിസ്റ്റം കൊടുക്കുന്നത്? നമുക്ക് അഡീഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കണം. ആർക്ക്? നമ്മുടെ റോക്ക് ടണലിന്. എന്തുകൊണ്ട് കൊടുക്കുന്നേ? സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ട്. എവിടെ? നമ്മളുടെ റോക്കില്. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റോക്ക് റീഇൻഫോഴ്സ്മെന്റ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ എക്സ്പ്ലോസീവ് റെക്കമെൻഡഡ് ഫോർ ബ്ലാസ്റ്റിംഗ് എ സോഫ്റ്റ് റോക്ക്. സോഫ്റ്റ് റോക്കിന് ഏത് എക്സ്പ്ലോസീവ് ആയിരുന്നു യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്? അമോണിയ ഡൈനാമൈറ്റ്. ഏതാണ്? അമോണിയ ഡൈനാമൈറ്റ് ആണ് ബ്ലാസ്റ്റിംഗ് സോഫ്റ്റ് റോക്കിൽ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ മെത്തേഡ് എംപ്ലോയിങ് സ്റ്റീൽ ലൈൻഡ് പ്ലേറ്റ്സ് ആൻഡ് എയർ കംപ്രസേഴ്സ് for driving them is known as needle beam method, shield beam method, tunneling with linear plates, none of the above. ഇവിടെ lined plates നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ടണലിംഗ് വിത്ത് ലീനിയർ പ്ലേറ്റ്സ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മെക്കാനിക്കൽ വെന്റിലേഷൻ മെത്തേഡ് യൂസ്ഡ് ഇൻ ടണൽസ് കൺസിസ്റ്റ് ഓഫ്. മെക്കാനിക്കൽ വെന്റിലേഷൻ മെത്തേഡ് യൂസ്ഡ് ഇൻ ടണൽസ്. ടണലിൽ നമ്മൾ മെക്കാനിക്കൽ വെന്റിലേഷൻ എങ്ങനെ കൊടുക്കുന്നത്? ബ്ലോയിങ് ഫ്രഷ് എയർ, പ്രൊവൈഡിങ് എക്സ്ഹോസ്റ്റ് എയർ ബൈ ഡക്ട്സ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബവ്. നമുക്ക് ഫ്രഷ് എയർ ബ്ലോ ചെയ്ത് കൊടുക്കാം. എക്സോസ്റ്റ് വഴി നമുക്ക് എന്ത് കൊടുക്കാം? ഡക്സിൽ പ്രൊവൈഡിങ് എക്സോസ്റ്റ് എയർ നമുക്ക് കൊടുക്കാം ഡക്സ് വഴി. ഓക്കെ, അപ്പൊ നമുക്ക് എയും ബിയും വഴി നമുക്ക് എന്ത് കൊടുക്കാം? മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുക്കാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ദാറ്റ് ഇസ് ബ്ലോയിങ് ഫ്രഷ് എയർ ആൻഡ് പ്രൊവൈഡിങ് എക്സ്ഹോസ്റ്റ് എയർ ബൈ ഡക്സ്. ഈ രണ്ട് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? മെക്കാനിക്കൽ വെന്റിലേഷൻ ടണലിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ദ ഡ്രില്ലിംഗ് പാറ്റേൺ ഇൻ വിച്ച്
3 to 4 converging holes are so directed that they meet at a point further. Okay, നമ്മളത് സിലബസിൽ നമ്മളത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, നമ്മളത് തിയറി ഡിസ്കസ് ചെയ്തും പറഞ്ഞില്ല. അപ്പൊ ഇതുപോലെ 3 to 4 ഹോൾസ് ഇങ്ങനെ വന്നിട്ട് കൺവേർജ് ചെയ്ത് ഒരിടത്ത് നിൽക്കുന്നു. ബേൺ കട്ട്, ഫാൻ കട്ട്, വി കട്ട്, പിരമിഡ് കട്ട്. എന്ത് കട്ടായിരിക്കും? പിരമിഡ് കട്ടായിരിക്കും അല്ലെ? ഒരു പിരമിഡ് പോലെ ഇരിക്കത്തില്ലേ? അപ്പൊ പിരമിഡ് കട്ടാണ് അതിന്റെ ആൻസർ. അടുത്ത നോക്കി, which one of the following is a method of tunneling in running ground? റണ്ണിംഗ് ഗ്രൗണ്ടിലെ ഏത് മെത്തേഡ് ഓഫ് ടണലിംഗ് യൂസ് ചെയ്യുക? ടോപ്പ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്, ലീനിയർ പ്ലേറ്റ് മെത്തേഡ്, ഫ്ലൈയിങ് ആർച്ച് മെത്തേഡ്, നീഡിൽ ബീം മെത്തേഡ്. ഏതാണ്? ടോപ്പ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് ആണ് നമ്മൾ റണ്ണിംഗ് ഗ്രൗണ്ടിൽ ടണൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഓപ്ഷൻ എ ടോപ്പ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് ആണ് നമ്മുടെ ആൻസർ. Which one of the following is a method of tunneling in firm soft strata? Firm ആണ്, soft ആണ്. Firm soft strata ഏതാണ് ഞാൻ പറഞ്ഞത്? നമ്മൾ അവസാനം പറഞ്ഞ മെത്തേഡ് നീഡിൽ ബീം മെത്തേഡ്. നീഡിൽ ബീം മെത്തേഡ് ആണ് ഫേം ആൻഡ് സോഫ്റ്റ് സ്ട്രാറ്റയിൽ നമ്മൾ ടണലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.